2,000 years later. ഹലോ ഗായ്സ്, എല്ലാവർക്കും മലയാളി ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റിലെ ആദ്യത്തെ വീഡിയോ ചെയ്യാണ്. ഹാർഡ് കോർ ആണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ് കോർ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ വേൾഡ് തുടങ്ങുകയാണ്. എനിക്ക് കുറച്ചൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം മൈൻക്രാഫ്റ്റിൻ്റെ. നമ്മൾ ആദ്യം തന്നെ മരം വെട്ടണം, മരം കണ്ടുപിടിക്കണം. ഇതൊരു പ്ലെയിൻസ് ആയതുകൊണ്ട് മരമൊന്നും അധികമില്ല ഇവിടെ. വലിയ കേവൊക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങണ്ട. പിന്നെ എപ്പോഴേലും വന്ന് ഇറങ്ങാം. ഇപ്പം ഇറങ്ങിയ പണി പാടും. ഒന്നാമത് ഹാർഡ് കോറാണ് ഗൈസ്, തീർന്ന് കളയും നമ്മളൊക്കെ. ഗൈസ്, നമുക്ക് ആട് ഇവിടെ കണ്ട്, ആട് ഷീപ്പിനെ കണ്ടാൽ നമ്മൾ അടിച്ച് കൊല്ലാണ് ഗൈസ്. നമുക്ക് അടിച്ച് കൊല്ലാം. ബ്രീഡ് കഴിഞ്ഞാൽ ഫുഡ് ഗൈസ്. അങ്ങനെ കഴിച്ച് നമ്മളങ്ങനെ ആടിനെ കൊന്ന് മട്ടനും വൂളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മരം വെട്ടണം. അപ്പുറത്ത് സവാന ഭയമാണ്. സവാനത്തെ വുഡ് എനിക്ക് അധികം ഇഷ്ടമല്ല ഗൈസ്, എന്തോ ഒരു രസമില്ല. നമുക്ക് കുറച്ച് പൂവൊക്കെ എടുക്കാം, കാരണം ഏതെങ്കിലുമൊക്കെ ആടിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തല്ലി കൊന്നു കഴിഞ്ഞാൽ ഡൈ ചെയ്തിട്ട് ബെഡ് ഉണ്ടാക്കാമല്ലോ ഗൈസ്. ഇവിടെ കുറച്ച് പംകിനൊക്കെ കാണാണ്ട്. ഇപ്പം അടുത്ത് വില്ലേജ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. നമുക്ക് നേരെ നടന്നു നോക്കാം. ഗൈസ്, നമുക്കിങ്ങനെ വില്ലേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടുത്താണല്ലോ വില്ലേജ്. ഞാൻ എന്താ അവിടെയാണ് സ്പോണായത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ വില്ലേജ്. നേരത്തെ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഒരു ബെഡ് എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മളങ്ങനെ. നമുക്ക് ഇനി വില്ലേജ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. അവിടെ ഒന്നുമില്ല. ചെസ്റ്റൊക്കെ കിട്ടണം ഗൈസ്. ബ്ലാക്ക് സ്മിത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയണ് സുഖമായി കിട്ടും. ചിലപ്പോൾ ഡയമണ്ടും. നമ്മൾ അയൺ ഗോളം ഇവിടെ ഉണ്ട്. ഇവിടെ ബീറ്റ്റൂട്ടും ബീറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മോഷ്ടിച്ചെടുക്കണം. ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ഇതിലെന്താ 3 എമറാൾഡും 3 ആപ്പിളും 1 ബ്രെഡുമാണ് ഗൈസ് ഉള്ളത്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ എടുത്തിറങ്ങാണ് ഗൈസ്. ഇവിടെ വലിയൊരു കേവാണല്ലോ സുഹൃത്തുക്കളെ. ഈ കേവിലൊന്നും നമ്മൾ ഹാർഡ് കോറിൽ ഇറങ്ങാൻ പാടില്ല സുഹൃത്തുക്കളെ. ഇറങ്ങാൻ പാടില്ല എന്നല്ല, ഇറങ്ങേണ്ടി വരും, അത് ഉറപ്പാണ്. പക്ഷേ കേവിലൊക്കെ എനിക്കിറങ്ങാൻ പേടിയാണ് ഗൈസ്, ഹാർഡ് കോറിലൊക്കെ. കാരണം ഹാർഡ് കോറൊക്കെ പെട്ടെന്ന് തീരും കേവിലിറങ്ങി കഴിഞ്ഞാൽ. ഇവിടെ മറ്റേ എന്തോ ഒരു ഫർണസ് ഉണ്ട്, ബ്ലാസ്റ്റ് ഫർണസ്. ഇവിടെ കുറച്ച് ഹേബയിലുണ്ട്, നമുക്കിതൊക്കെ പൊട്ടിക്കാം ഗൈസ്. ഞാനൊരു കാര്യം ഓർത്തില്ല, ഞാൻ സ്റ്റോൺ ടൂൾസ് ഇതുവരെയായിട്ട് ആയിട്ടില്ലല്ലേ. അപ്പോൾ ഗൈസ്, നമുക്കങ്ങനെ മരമൊക്കെ വെട്ടണം, എന്നിട്ട് സ്റ്റോൺ ടൂൾസ് ആവണം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ സ്റ്റോണൊക്കെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അയണ് കണ്ടുപിടിച്ചു. എത്ര അയൺ ഉണ്ടാവുമെന്ന് അറിയില്ല ഗൈസ്. ഒരു സ്റ്റാക്ക്, അതൊക്കെ കുറച്ച് ഓവറല്ലേ. ഗൈസ്, ഇനിയുണ്ട് ഇവിടെ 2 എണ്ണം, അതും കൂടെ എടുക്കാം. അയണൊക്കെ നമുക്ക് കുറേ വേണം ഗൈസ്. അയൺ ആർമർ വേണം, അയൺ ടൂൾസ് വേണം, ഡയമണ്ട് ആവണം. ആവുമെന്ന് അറിയില്ല, അതിന് മുന്നേ ചാവാൻ ചാൻസ് ഉണ്ട്. ഐ ആം ന്യൂബ് ബ്രോ. ഗൈസ്, സൈഡിൽ ഒരാളുണ്ട്. ആരെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ക്രീപ്പർ അണ്ണനാണ് ഗൈസ്, ഓടണം. ഹാർഡ് കോറിലൊന്നും ക്രീപ്പർ അണ്ണൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. കണ്ട വഴി വിടണം. ഞാനത് ഈ നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യട്ടെ. ഗൈസ്, അങ്ങനെ നൈറ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അയൺഗോളം. 2 ക്രീപ്പർ ഗൈസ്. ഒന്നിനെ തന്നെ സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഗൈസ് 2 എണ്ണമൊക്കെ വരുന്നത്. ഞാൻ പോണ്. എൻ്റെ അമ്മേ, 2 ക്രീപ്പർ അല്ല ഗൈസ്, അടിയിൽ കേവാണ്. ക്രീപ്പർ ഡീസ്പോണായി പോയി തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്കിത് കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാം ഗൈസ്. നമുക്ക് കുറച്ച് തോനെ മരം വെട്ടേണ്ടിയിരിക്കുന്നു. എൻ്റെ കയ്യിൽ ആകെ 3 മരമുള്ളൂ.
നമുക്ക് ഈ ഫാമിലുള്ള കുറച്ച് മരം എടുക്കണം. പിന്നെ നമ്മളെ പുറമേ കുറച്ച് മരം നട്ട് വളർത്തി വെട്ടണം. എന്നിട്ട് പിന്നെ നടണം. നന്മയുള്ള ലോകമാവണം ഗൈസ്. നമ്മൾ പിന്നെയും മരങ്ങൾ നടണം. അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങനെ മരം വെട്ടി തുടങ്ങാം. അയ്യോ സോഡ് വെച്ചിട്ട് വെട്ടണേ, ആക്സ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മരം വെട്ടി വീടുണ്ടാക്കണ്ടേ ഗൈസ്? ഞാൻ ആലോചിച്ചില്ല. നമുക്ക് വീടുണ്ടാക്കണം. അപ്പോൾ കുറച്ച് തോനെ മരം വേണം. അപ്പോൾ ഞാൻ നിങ്ങളെ മരം വെട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാനങ്ങനെ മരമൊക്കെ വെട്ടി ഒരു സ്റ്റാക്ക് മരമായി. ഇപ്പോൾ വീട് പണിക്ക് വേണ്ടി ഡയറക്റ്റൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കളയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അടുത്ത് 7 എമറാൾഡും അതുപോലെ തന്നെ 9 അയണും ഉണ്ട്, 8 കോളും ഉണ്ട്. കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആയി ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വീട് പണിക്ക് വേണ്ടി നമ്മൾ ഡയറക്റ്റ് കുത്തിപ്പൊളിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡയറക്റ്റ് എല്ലാം പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മരം ഈ സൈഡിൽ കോർണറിൽ വെച്ച് കറക്റ്റ് നമ്മളിങ്ങനെ കറക്റ്റ് നമ്മൾ വീട് നമ്മൾ ഗൈസ് നമ്മൾ പതിയെ നമ്മൾ വീട് വീടായി നമ്മൾ ഓരോ കോർണറിലും നേരെ നമ്മൾ വെക്കണം. അത് കറക്റ്റായിട്ട് ഒരു ഷേപ്പിൽ നമുക്ക് വീട് കിട്ടും. അങ്ങനെ വീട് റെഡി ആയിട്ട്. അപ്പോൾ ഗൈസ് നമ്മളെ വീടിൻ്റെ പണിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ വീട്. ഇതാ ഇത് കൂടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കൂടെയൊക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്മോക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഫർണസ്, പിന്നെ ഇവിടെ സ്റ്റോൺ കട്ടർ, ഒരു ക്രാഫ്റ്റിൻ്റെ ഇവിടെ, പിന്നെ ഇവിടെ ഒരു ചിത്രം ഞാൻ വരച്ചു ഗൈസ്. വരച്ചതല്ല, ഒരു പെയിൻറ്റിങ് അവിടെ വെച്ചു. പിന്നെ ബെഡ്, ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. സ്റ്റോറേജ് റൂം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി. അല്ല അങ്ങനെയല്ല, സ്റ്റോറേജ് റൂം ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കണേ ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഹാർഡ് കോറിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു ഹാർഡ് കോറിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരേക്കും ബായ്.